ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 50,683 ആണ്. അപ്പോൾ അതേതാണ്ട് ഒരു 160-170 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഒരു 50,600-അടുത്ത് നമുക്കൊരു സപ്പോർട്ട് കാണാൻ കഴിയും. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ ആണത്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം. അത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അതേ സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് റിജക്ഷനും കിട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഏതെങ്കിലും ട്രേഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 9:28 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്വിങ് ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. ആ സ്വിങ് ഹൈയുടെ മേളിൽ പോവുകയാണെങ്കിൽ, മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ചാർട്ടിൽ, ആ സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലായിട്ട്. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആ സ്വിങ് ഹൈയുടെ അവിടെ നിന്ന് തന്നെ നല്ലൊരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊരു റിസ്കി ട്രേഡായിരുന്നു, കാരണം അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് ആണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. ബയർസിൻ്റെ ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് മാർക്കറ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ആയിരിക്കുകയാണ്. ഒരു ഒരു വലിയൊരു ലോസ് തന്നെയാണ് നമുക്ക്. ഒരു 33,000 അടുത്ത് ലോസ് വന്നിട്ടുണ്ട്. എന്തായാലും വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 10:02 ആണ്. പിന്നെ ഒരു ബുള്ളിഷ് പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ഒരു ബോട്ടം ഫോർമേഷൻ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അപ്പം അവിടെ നിന്നൊരു റിവേഴ്സൽ ചിലപ്പോൾ വന്നേക്കും. ഒരു ക്യാൻഡലിൻ്റെ ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഒരു കോൾ ഓപ്ഷനിൽ ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്രേഡ് എക്സിക്യൂട്ടായി. സ്പോട്ടിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ട്രെൻഡ് ലൈൻ വരെയെങ്കിലും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ പ്രീവിയസ് റെസിസ്റ്റൻസ്, അതായത് പ്രീവിയസ് ഡേ ക്ലോസിങ്, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പം ആക്ട് ചെയ്യും. അവിടെ വരെയെങ്കിലും മാർക്കറ്റ് എത്തിയിട്ട് പിന്നെ റിജക്ഷൻ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്പോട്ടിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാം, പക്ഷേ അതുപോലൊരു മൂവ്മെൻറ്റ് ഓപ്ഷൻ ചാർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് കോസ്റ്റ് ടു കോസ്റ്റ് തന്നെ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലോസും ഇല്ല, വലിയ പ്രോഫിറ്റും ഇല്ല. ഒരു കൺവിക്ഷൻ കിട്ടുന്നില്ല ഈ ട്രേഡിൽ. ഓക്കെ, ഞാൻ ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. വെറുതെ ഇത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ നമ്മുടെ PNL 39,984 ആണ്. ഈ കഴിഞ്ഞ ട്രേഡിൽ 5,000 ലോസ് ബുക്ക് ചെയ്തു നമ്മൾ. ഇപ്പോൾ സമയം 10:45 ആയിരിക്കുകയാണ്. 50,200 ഓപ്ഷൻസിൽ നമ്മൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക. ഒരു ബുള്ളിഷ് പാറ്റേൺ കാണാൻ കഴിയുന്നുണ്ട്.
നമുക്ക് എക്സിക്യൂട്ട് ആകുന്നതും വെയിറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് കൂടെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 50,700 പുട്ടിൽ. കാരണം ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. മാർക്കറ്റ് ബ്രേക്ക് ഔട്ടും ആകാം, ചിലപ്പോൾ ബ്രേക്ക് ഡൗണും ആകാം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുട്ട് ട്രേഡ് കൂടെ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണോ എക്സിക്യൂട്ട് ആകുന്നത് അതനുസരിച്ച് നമുക്ക് നീങ്ങാം. ഓക്കെ, നമ്മുടെ പുട്ട് ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. എക്സിക്യൂട്ട് ആയിട്ട് നമുക്ക് റിജക്ഷനാണ് കാണാൻ കഴിയുന്നത്. ബയേഴ്സ് വളരെ സ്ട്രോങ് ആണ് എന്നാണ് ഈ മൂവ്മെന്റ് കാണിക്കുന്നത്. കാരണം ഒരു ചെറിയ ഡിമാൻഡ് സോൺ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ ഡേ ലോ വരെ വരേണ്ടിയാണ്. ഓക്കെ, ഇപ്പം നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോഴും റിജക്ഷനാണ് കിട്ടുന്നത്. പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ആവുകയാണ്. ഒരുപാട് റിജക്ഷൻ ഫേസ് ചെയ്യാണ്. ഞാനിവിടെ എക്സിറ്റ് ആയി കഴിഞ്ഞു ഈ ട്രേഡിൽ നിന്ന്. ഇപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 6,400 ആണ്. PNL 33,583 ലോസിൽ. ഓക്കെ, നമ്മൾ ഒരു കോൾ ട്രേഡും പുട്ട് ട്രേഡും പ്ലേസ് ചെയ്തിരുന്നല്ലോ. പുട്ട് ട്രേഡിൽ നമുക്കൊരു 6,400 പ്രോഫിറ്റ് കിട്ടി. പക്ഷെ കോൾ സൈഡ് ട്രേഡ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫോൾസ് ബ്രേക്ക് ഡൗൺ മാർക്കറ്റ് തന്നിട്ട് പിന്നെയും ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയത്. എന്തായാലും പ്രൈസ് റീച്ച് ആയിരുന്നില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയി. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ബയേഴ്സ് വളരെ സ്ട്രോങ് ആണ്. മേളിലൊരു നല്ലൊരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ പേരുടെ SL അവിടെ ഉണ്ട്. അപ്പം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടും. നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, ഞാനിവിടെ എക്സിറ്റായി. ഈ ട്രേഡിൽ നമ്മൾക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത് 17,298 ആണ്. അപ്പോൾ നമ്മുടെ P&L ഇപ്പം 10,605 ലോസിലാണ്. ഇപ്പം സമയം 1:28 ആയിരിക്കുകയാണ്. ഇപ്പോൾ 50,800 പുട്ട് ഓപ്ഷനിൽ ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം കുറേ നേരമായിട്ട് അവിടെ നിന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തവണ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ സ്പോട്ട് ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ടായി. സോ സ്പോട്ടിൽ ഡേ ലോഡ് അടുത്ത് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് പുട്ട് ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഭയങ്കര ചോപ്പിയാണ് മാർക്കറ്റ് ഇന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ ടാർഗറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെല്ലിങ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്നാണ് പറയാറ്. മാർക്കറ്റിന് താഴോട്ട് വരണമെങ്കിൽ നല്ല 1-2 ക്യാൻഡലുമായിട്ട് താഴോട്ട് വന്നേനെ. ഇപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പം റിജക്ഷൻ ഫേസ് ചെയ്യണം. ഒരു ഫോളോ അപ്പ് കിട്ടുന്നില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഈ ഒരു 7 സെക്കൻഡ്സ് കൂടെ. നിഫ്റ്റി നല്ലപോലെ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ കൂടെ തന്നെ പോകേണ്ടിയാണ്. കാരണം ഓവറോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരുപാട് നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് സ്പോട്ടിൽ കാണാം നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വരുന്നുണ്ട്. ഈ ട്രേഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. നല്ലൊരു ബൈ ക്യാൻഡിലാണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ കാണാൻ കഴിയുന്ന സ്പോട്ടിൽ. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ട്രേഡ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ കാണാവുന്നതാണ്. 2 ട്രേഡ് എടുത്തു. 2 പ്രോഫിറ്റിലാണ്, 17,000-ഉം 6,000-ഉം. വേറെ 2 ട്രേഡ് ലോസിലാണ്, 34,000, 17,000-ഉം. അതുകൊണ്ടാണ് നമ്മുടെ P&L 27,600 ലോസിൽ കാണിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. ഓവർ ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.